മയൂരം ബസ് സ്റ്റാൻഡിലെ രാത്രി അന്ന് 10 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും എന്നുമില്ലാത്ത അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു അവിടെ. ബസ്സുകളുടെ ഹോണടി ശബ്ദവും മഴ പെയ്ത് പകുതി ചോർന്ന മഴയുടെ ഇരമ്പലും അതുപോലെ ചില ഭാഗങ്ങളിൽ പുക ഉയർന്നതായിട്ടുള്ള ചില വല്ലാത്ത തരം മണവും അവിടെ പരന്നിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അനൗൺസ്മെന്റ് കേട്ടത്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മയൂരം ബസ് സ്റ്റാൻഡിൽ നിന്നും കാർമൽ ചുരം കയറിപ്പോകുന്ന നീലഗിരിയിലേക്കുള്ള ബസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കുന്നതാണ്. ഇത് നീലഗിരിയിലേക്കുള്ള അവസാനത്തെ ബസ്സാണ്. യാത്രക്കാർ എത്രയും പെട്ടെന്ന് കയറണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന്. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പഴയ ബസ്, അതൊരു ഗവൺമെന്റ് ട്രാൻസ്പോർട്ടേഷൻ ബസ്സായിരുന്നു. അങ്ങനെ ബസ് പോകാൻ അവസാന ഒരുക്കങ്ങളും കഴിയുന്ന സമയത്താണ് കണ്ടക്ടർ ആയിട്ടുള്ള സന്തോഷ് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടത്. എത്രയും പെട്ടെന്ന് യാത്രക്കാർ കയറണം, ഉടനെ തന്നെ വണ്ടി ഇവിടെ നിന്നും എടുക്കുന്നതാണ് എന്നൊക്കെ. ആ സമയത്ത് രാഘവൻ എന്ന് പറഞ്ഞ ആ ബസ്സിന്റെ ഡ്രൈവർ 4 ഭാഗത്തെയും ടയറൊക്കെ ടോർച്ച് അടിച്ചിട്ട് എയറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയായിരുന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാഘവൻ എന്ന് പറഞ്ഞ ആള് സന്തോഷിന്റെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് സന്തോഷ് പറഞ്ഞു, രാഘവേട്ട, കാർമൽ ചുരത്തിലെ 9ാം വളവിൽ ഇന്നലെയും മണ്ണിടിഞ്ഞു എന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല മഴ പെയ്യുന്നുണ്ട്, നമുക്കിന്ന് ആ വഴി പോകാൻ സാധിക്കുമോ എന്ന്. ആ സമയത്ത് രാഘവേട്ടൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷ്, ഞാൻ 15 വർഷത്തോളമായി ആ വഴി പോകുന്നു. ഈ സമയത്ത് എനിക്ക് കണ്ണുമടച്ചു വേണമെങ്കിലും ആ ചുരം ഓടിച്ചു പോകാൻ ഇന്നും സാധിക്കും എന്ന് പറഞ്ഞ് രാഘവൻ ഉറക്കെ ചിരിച്ചു. ശരി, എന്നാൽ പുറപ്പെടാം, എല്ലാവരും കയറിയല്ലോ എന്ന് കൂടി ചോദിച്ചു. ആ സമയത്ത് സന്തോഷ് പറഞ്ഞു, ശരി പോകാം, എല്ലാവരും കയറിയെന്ന് തോന്നുന്നു. അങ്ങനെ ബസ്സിലേക്ക് കയറിയ സന്തോഷ് ബസ് മുഴുവൻ ഒന്ന് നോക്കുമ്പോൾ ഒരു വൃദ്ധനും അതുപോലെ ഒരു ദമ്പതികളും കുറച്ച് കോളേജ് സ്റ്റുഡൻസും മാത്രമേ ആ ബസ്സിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മാത്രമായിരുന്നു അന്ന് നീലഗിരിയിലേക്ക് പോകേണ്ടിയിരുന്നത്. കാരണം ആ ബസ് മയൂരം ടെർമിനലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ളത് ഇരുണ്ട് നിറഞ്ഞ കാട്ടിലൂടെയായിരുന്നു. ഒരിക്കൽ പോലും ആ ബസ്സിലേക്ക് പിന്നീട് വഴിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് പോലും അതിനകത്തേക്ക് ആരും കയറാറുണ്ടായിരുന്നില്ല. അത്രയും ഭയാനകമായ അപകടം പിടിച്ച ഒരു വഴി തന്നെയായിരുന്നു അത്. സാധാരണയായി ആ വഴിയിൽ മനുഷ്യരൊന്നും നടന്നു പോകാറോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറോ ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയായിരുന്നു അവർ പോകുന്ന ഈ മയൂരം ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ആ ഇടുങ്ങിയ വഴി. അങ്ങനെ ബസ് പതുക്കെ പതുക്കെ ഓരോ വഴികളിലായി താണ്ടി തുടങ്ങി. അങ്ങനെ കാർമൽ ചുരത്തിന്റെ അടിവാരവും കടന്ന് ബസ് യാത്രയായി. ഒരു ഭാഗത്ത് അറ്റം കാണാത്ത വലിയ വലിയ കുഴികൾ, എന്നാൽ മറുവശത്ത് കൊടും കാട്, അതും ഒരുപാട് മലനിരകളുടെ മുകളിലായിട്ട് ഒരു വലിയ കാട്. ആ കാട്ടിൽ നിന്നും എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് രാത്രി സമയങ്ങളിൽ. ഒരു മൃഗം കരയുന്നതാണോ അല്ലെങ്കിൽ ഒരു പക്ഷി കരയുന്നതാണോ, അതുമല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു സാമ്യമുള്ള രീതിയിലുള്ള ഒരുപാട് കരച്ചിൽ ആ കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്നത് പതിവാണ്. അങ്ങനെ ബസ് പതുക്കെ പതുക്കെ ഉൾക്കാടിനുള്ളിലേക്ക് സഞ്ചരിക്കാനായി തുടങ്ങി. 1ാം ചുരവും 2ാം ചുരവും അങ്ങനെ 3ഉം 4ഉം ചുരങ്ങളും കയറാൻ തുടങ്ങി. ഏകദേശം 9ാം ചുരം എത്തുന്ന സമയത്താണ് പെട്ടെന്ന് രാഘവൻ മുന്നോട്ട് നോക്കുന്ന സമയത്ത് അതിഘോരമായിട്ടുള്ള കോടമഞ്ഞ്. ഒരു തരി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കുറച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം വണ്ടിക്ക് പോകാനുള്ള ഒരു വഴി അവിടെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി എന്തിലോ ഒന്ന് അതിശക്തമായിട്ട് ഇടിച്ചിട്ട് അവിടെ നിന്നത്. എന്നാൽ വണ്ടി എന്തിലാണ് ഇടിച്ചതെന്ന് രാഘവന് മനസ്സിലായില്ല. കാരണം അത്രയ്ക്കും കോടമഞ്ഞ് മൂടിയ ഒരവസ്ഥയിലായിരുന്നു. എന്നാൽ ആ സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഓഫായിരുന്നില്ല. വീണ്ടും വണ്ടിയുടെ എഞ്ചിൻ ഒന്നുകൂടി സ്റ്റാർട്ടാക്കിയ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബസ്സിന്റെ എഞ്ചിൻ അവിടെ ഓഫ് ആവുകയായിരുന്നു. പെട്ടെന്ന് രാഘവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നിലും ബസ് ഇടിച്ചതായിട്ട് കാണുന്നില്ല. ബസ്സിന് മുന്നിൽ നേർത്ത ഒരു റോഡ് തന്നെയാണ്. എന്നാൽ ബസ് കയറിയിരിക്കുന്നത് കുറച്ച് അകലെയുള്ള ഒരു മൺപാതയുടെ ഒരു ഭാഗത്തേക്കായിരുന്നു. അതിനപ്പുറത്തേക്ക് അഗാധമായ കുഴി തന്നെയായിരുന്നു.
തന്നെയായിരുന്നു. എങ്ങനെയോ നമ്മളെ ആരോ രക്ഷിച്ചതാണെന്ന് രാഘവൻ മനസ്സിലോർത്തു. സന്തോഷ് കൂടി ഇറങ്ങി വന്നിട്ട് രാഘവേട്ടനോട് ചോദിച്ചു, ഇതിപ്പോ വല്ലാത്ത കഷ്ടമായല്ലോ, നമ്മുടെ വണ്ടി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന്. ആ സമയത്ത് രാഘവൻ ഒന്നുകൂടി അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. എന്നാൽ രാഘവന് അത് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റിയില്ല. ആ സമയത്ത് സന്തോഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്ന്. അങ്ങനെ സന്തോഷ് ബസ്സിന് ചുറ്റുമൊന്ന് നോക്കി നിൽക്കുന്ന സമയത്താണ് ആ കാടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നത്. അങ്ങനെ ആ കരച്ചിൽ വരുന്ന ഭാഗത്തേക്ക് സന്തോഷ് നോക്കുന്ന സമയത്താണ് സന്തോഷ് രാഘവേട്ടനോട് പറഞ്ഞത്, രാഘവേട്ട, ഇതിനപ്പുറത്ത് ഒരു ഗ്രാമം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ഏതായാലും ഒന്ന് അവിടെ വരെ നടന്നു പോയിട്ട് അവിടെ ഏതെങ്കിലും മെക്കാനിക്സിനെ കിട്ടുമോ എന്ന് നോക്കാം, എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് റെയിൻകോട്ട് ധരിച്ച് സന്തോഷ് ആ കാടിനുള്ളിലെ ആ ഇരുണ്ട് നിറഞ്ഞ റോഡിലൂടെ നടക്കാനായിട്ട് ആരംഭിച്ചു. രാഘവൻ ആ ബസ്സിന് കാവലും നിന്നു. അങ്ങനെ സന്തോഷ് ഏകദേശം പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും സന്തോഷിനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. രാഘവേട്ടൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. തൻ്റെ കയ്യിലെ ടോർച്ച് ഒന്നുകൂടി അടിച്ചു നോക്കി, തെളിയുന്നുണ്ടോ എന്ന്. ആ സമയത്ത് യാത്രക്കാരോട് രാഘവൻ പറഞ്ഞു, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു മെക്കാനിക്കിനെ കൂട്ടി വന്നു കഴിഞ്ഞ് ഇത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് യാത്ര ആരംഭിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ യാത്രക്കാരിൽ ആ വൃദ്ധനായ മനുഷ്യൻ മാത്രമേ പോകാൻ ധൃതി കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. നവദമ്പതികളായിട്ടുള്ള അവർക്ക് അതൊരു യാത്രാ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെയായിരുന്നു. അവർ അവരുടേതായിട്ടുള്ള ചില കളികളും അതുപോലെയുള്ള ചില സംസാരങ്ങളിലേക്കും ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയ സന്തോഷിനെ കാണാതിരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് ആ കാടിനുള്ളിലെ ഒരു റോഡിനരികിൽ നിന്ന് ഒരു സ്ത്രീ രാഘവേട്ടന് നേരെ നടന്ന് വരുന്നത് കണ്ടത്. ആ സ്ത്രീ ഒരു പച്ച വസ്ത്രം ധരിച്ചിരുന്നു. നനഞ്ഞൊട്ടിയ മുടിയൊക്കെ മുഖത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചിതറിക്കിടക്കുന്നു. ആ സ്ത്രീ ഉടനെ തന്നെ രാഘവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ആ സമയത്ത് രാഘവൻ ചോദിച്ചു, നീ ആരാണ്? നീ എങ്ങനെയാണ് ഈ അർദ്ധരാത്രി ഈ കാടിനുള്ളിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ രാഘവൻ തൻ്റെ കയ്യിലെ ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് സ്ത്രീയുടെ മുഖത്തേക്ക് അടിച്ചു. ആ സമയത്ത് കണ്ണിലേക്ക് വെളിച്ചം പതിച്ചതിൻ്റെതായിട്ടുള്ള യാതൊരു കൂസലുമില്ലാതെ ആ സ്ത്രീ രാഘവനെ തന്നെ നോക്കി നിന്നു. ആ സമയത്ത് രാഘവന് മനസ്സിൽ എന്തോ അല്പം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് തോന്നി. എന്നാൽ പെട്ടെന്ന് രാഘവൻ തലകുനിച്ചിട്ട് വീണ്ടും ആ സ്ത്രീയെ നോക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലോർത്തു, ഒരുപക്ഷെ എനിക്കത് തോന്നിയതായിരിക്കാം എന്ന്. അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്ത്രീ പറഞ്ഞത്, ഞാനും എൻ്റെ ഭർത്താവും അതുപോലെ ഭർത്താവിൻ്റെ 2 സഹോദരന്മാരും ഇതുവഴി പോകുന്ന സമയത്ത് ഞങ്ങളുടെ കാറ് ആക്സിഡന്റ് സംഭവിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ അതിനകത്ത് നിന്ന് കയറി വന്നു. എൻ്റെ ഭർത്താവും സഹോദരന്മാരും അവിടെ ജീവന് വേണ്ടിയിട്ട് പിടയുകയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു, ചേട്ടാ, എങ്ങനെയെങ്കിലും അവരെ കൂടി രക്ഷിക്കൂ, നമ്മളിങ്ങനെ അവരെ വിട്ടുപോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ കൂടെ വരാമെന്ന്. വേണ്ട, ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും എനിക്കായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാഘവൻ എന്ന് പറഞ്ഞ ആ ഡ്രൈവർ ആ സ്ത്രീയുടെ പുറകെ നടന്നു. എന്നാൽ ആ സ്ത്രീ വന്ന വഴിക്കായിരുന്നില്ല നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സ്ത്രീ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ഉൾക്കാടിൻ്റെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ കാട് വഴി തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു കാടായിട്ട് രാഘവന് തോന്നി. ഉടനെ തന്നെ രാഘവൻ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ വന്ന വഴിയല്ലല്ലോ നമ്മൾ പോകുന്നത്. രാഘവനോട് ആ സ്ത്രീ പറഞ്ഞു, നമ്മൾ പോകുന്നത് യഥാർത്ഥ വഴിയിലൂടെ തന്നെയാണ്. അങ്ങനെ രാഘവൻ ആ സ്ത്രീയുടെ പുറകെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കുന്ന സമയത്ത് ബസ് രാഘവനെ കാണുന്നുണ്ടായിരുന്നു. ബസ്സിനകത്തെ ഒരു മങ്ങിയ വെളിച്ചവും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ സ്ത്രീയോട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരുപാട് ദൂരമായല്ലോ പോകുന്നു, ഇനി അങ്ങോട്ട് എത്ര ദൂരമാണുള്ളത് എന്ന്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഉടനെ തന്നെ നമ്മൾ അവിടെ എത്തും. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് രാഘവൻ ഒന്നുകൂടി പുറകിലേക്ക് നോക്കി. എന്നാൽ ആ സമയത്ത് രാഘവന് ബസ് കാണുന്നുണ്ടായിരുന്നില്ല. ബസ്സിലെ ആ മങ്ങിയ വെളിച്ചവും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഏകദേശം കാടിൻ്റെ ഉൾവനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ആ സമയത്ത് സ്ത്രീയോട് വീണ്ടും ചോദിച്ചു, ഇനിയും ഉണ്ടോ ദൂരം? ഇനി എത്ര ദൂരം മുന്നോട്ടേക്ക് പോകാനുണ്ട് എന്ന്. ആ സ്ത്രീ പറഞ്ഞു, ഉടനെ തന്നെ നമ്മൾ അവിടെ എത്തും.
എന്നാൽ ആ സ്ത്രീ പറയുന്ന വാക്ക് ആ സ്ത്രീ അച്ചടിച്ചു വെച്ചതുപോലെ, എവിടെയോ റെക്കോർഡ് ചെയ്ത് വെച്ച് പ്ലേ ചെയ്യിക്കുന്നത് പോലെ, വാക്യങ്ങളിലോ അല്ലെങ്കിൽ മോഡുലേഷനിലോ ഒന്നും തന്നെ ഒരു മാറ്റവുമില്ലാത്ത വാക്യം. പെട്ടെന്ന് തൻ്റെ കയ്യിലെ ടോർച്ച് ലൈറ്റ് ഓഫായി. ഉടനെ തന്നെ രാഘവൻ അത് കൈകൊണ്ട് 2 തട്ട് തട്ടിയിട്ട് വീണ്ടും തെളിയിച്ചു നോക്കുന്ന സമയത്ത് ആ സ്ത്രീയെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല. പല ഭാഗങ്ങളിലേക്കും അയാൾ ടോർച്ച് അടിച്ചു നോക്കി. ആ സ്ത്രീയെ രാഘവന് കാണാനേ സാധിച്ചില്ല. പെട്ടെന്നാണ് പുറകിൽ നിന്ന് രാഘവന്റെ ചെവിയിൽ ആരോ എന്തോ വിളിക്കുന്നത് പോലെ തോന്നുന്നത്. ചേട്ടാ, എൻ്റെ ഭർത്താവ് ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. ഉടനെ തന്നെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇടതുഭാഗത്ത് നിന്നും വീണ്ടും എൻ്റെ ഭർത്താവ് നമ്മളെ കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, സർ, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത തരത്തിലുള്ള മോഡുലേഷനിലൂടെ അവരോട് ആരോ സംസാരിക്കുന്നത് പോലെ തോന്നി. എന്നാൽ പോലും രാഘവന് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ പല ഭാഗങ്ങളിലേക്കും ടോർച്ച് അടിച്ചിട്ടും രാഘവന് വന്ന വഴി മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കാടൊരു ചതി ഒളിപ്പിച്ചു വെച്ച കാടായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് പുറകിൽ നിന്നും സന്തോഷ് ഉറക്കെ നിലവിളിച്ച് പറയുന്നത് കേട്ടത്. രാഘവേട്ട, ആ സ്ത്രീയുടെ പുറകെ പോകരുത് എന്ന്. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സന്തോഷ് വളരെ ദൂരെ രാഘവനെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങോട്ടേക്ക് രാഘവൻ ഇറങ്ങാനൊരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ രാഘവനെ അതിശക്തമായിട്ട് തള്ളിയിട്ടതുപോലെ തോന്നിയത്. തൻ്റെ കയ്യിലെ ടോർച്ചും രാഘവനും ചെന്നിട്ട് ഒരു മരത്തിൻ്റെ അരികിലേക്ക് അതിശക്തമായിട്ട് വീണു. പിന്നീട് പല ഭാഗത്തും ടോർച്ച് തിരഞ്ഞിട്ടും രാഘവന് അത് ലഭിച്ചില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി സന്തോഷിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് രാഘവൻ പോയി. എന്നാൽ പെട്ടെന്ന് സന്തോഷിനെ അവിടെ ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ രാഘവൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്ന സമയത്ത് പെട്ടെന്ന് സന്തോഷുണ്ട് നടന്നു വരുന്നു. എന്നാൽ സന്തോഷിനെ നേരത്തെ കണ്ട ഭാഗത്തല്ല സന്തോഷ് നടന്നു വരുന്നത്. ഉടനെ തന്നെ സന്തോഷിനെ കണ്ട വേവലാതിയിലും സമാധാനത്തിലും സന്തോഷിന് അരികിലെത്തിയിട്ട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയുടെ പുറകെ പോവുകയായിരുന്നു, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ സ്ത്രീയുടെ കൂടെ തന്നെ പോകുമായിരുന്നു എന്ന്. ആ സമയത്ത് സന്തോഷ് പറഞ്ഞു, ഞാൻ അതിന് രാഘവേട്ടനെ വിളിച്ചില്ലല്ലോ, രാഘവേട്ടൻ ബസ്സിനരികിൽ തന്നെയായിരുന്നില്ലേ നിന്നിരുന്നത്, എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന്. ആ സമയത്ത് രാഘവന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. താൻ നിൽക്കുന്നത് ഇത് എവിടെയാണെന്ന ചിന്ത മനസ്സിലുദിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് സന്തോഷിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ സന്തോഷ് ഇത് കേട്ടതും വളരെ ഭയപ്പെട്ടു നിന്നു. ഞാൻ കുറച്ചു ദൂരം നടന്നു, എന്നാൽ ഒരു ഗ്രാമമോ ഒരു ആളുകളെയോ കാണാത്തത് തുടർന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോരുകയായിരുന്നു. കുറച്ചു ദൂരം ചെന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ എനിക്ക് റേഞ്ച് കിട്ടി. ആ സമയത്ത് ഞാൻ അടിവാരത്തിലെ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക് ഉടനെ വന്ന് വണ്ടി ശരിയാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ നിന്ന് ബസ്സിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവരുടെ പുറകിൽ നിന്നും ഒരു സ്ത്രീ ആർത്തുല്ലസിച്ച് അട്ടഹസിച്ച് ചിരിക്കുന്ന ശബ്ദം കേട്ടത്. രണ്ടുപേരും പുറമേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അവരുടെ മുന്നിലെ ഒരു വലിയ മരത്തിൽ ഡു നോട്ട് ടേൺ ബാക്ക് എന്ന് ഇംഗ്ലീഷിൽ എഴുതി വച്ചിരുന്നു. ഒരിക്കലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നർത്ഥം. എന്നാൽ പെട്ടെന്ന് അവർക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഭയം കാരണം അവർ നേരെ തന്നെ രണ്ടുപേരും കൈ പരസ്പരം ഇറുക്കി പിടിച്ചു നിന്നു. ആ സമയത്ത് പുറകിലെ കരിയിലകളിൽ നിന്ന് നനഞ്ഞ കാലടി ശബ്ദം അവർ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതൊരാളുടെ കാലടി ശബ്ദമായിരുന്നില്ല, ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാലടി ശബ്ദം. ഗത്യന്തരമില്ലാതെ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയത്താണ് അവർ ആ കാഴ്ച കണ്ടത്. രാഘവൻ നേരത്തെ കണ്ട അതേ സ്ത്രീ, ഒരു പച്ച സാരിയൊക്കെ അണിഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. എന്നാൽ അവളുടെ പുറകെയായിട്ട് 2 ആൾരൂപങ്ങൾ ഒരു നിഴലുകളെ പോലെ നിൽക്കുന്നു. അവരുടെ കണ്ണുകൾ വെള്ള നിറത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അവിടെ ഒരു മഴ പെയ്തു. ആ വെളിച്ചത്തിൽ അവർ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒരു പൈശാചിക രൂപത്തെ പോലെയായിരുന്നു. മരണപ്പെട്ടിട്ട് അഴുകി ദ്രവിച്ച തൊലിയോട് കൂടിയിട്ട് പല ഭാഗങ്ങളിലും അസ്ഥികളൊക്കെ കാണുന്ന തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന ഒരു ഭീകര രൂപം. ഉടനെ തന്നെ അവർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, സർ, എന്നെ സഹായിക്കൂ, എൻ്റെ ഭർത്താവ് നമ്മളെ കാത്തു നിൽക്കുകയാണെന്ന്. എന്നാൽ രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെടുകയും അവിടെ ബസ്സിനരികിലേക്ക് എത്തുകയും ചെയ്തു. ആ സമയത്ത് പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
യാത്രക്കാരോട് ഒരാളോട് ചോദിച്ചു, ഞങ്ങൾ പോയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ സമാധാനമായിട്ട് നിന്നല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. കാരണം അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം അവർക്കുണ്ടായതുപോലെ എന്തെങ്കിലും അനുഭവം ഈ ബസ്സിനകത്തുള്ളവർക്കും ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ ബസ്സിലെ കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു, എന്താണ് ഏട്ടാ നിങ്ങൾ പറയുന്നത്, നിങ്ങളിപ്പോൾ പോയിട്ട് ഏകദേശം 10 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന്. ഇതുകൂടി കേട്ടതോടെ അവർക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ബസ്സിനുള്ളിലേക്ക് കയറിയിട്ട് ബസ്സിനുള്ളിലെ ഷട്ടറും അതുപോലെ ചില്ലുകളുള്ള ഭാഗങ്ങളൊക്കെ അടച്ചു വെച്ചിട്ട് അതിനകത്ത് തന്നെ ഇരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ബസ്സിന്റെ ഡോറിൽ ആരോ അതിശക്തമായി മുട്ടുന്നത് കേട്ടത്. എന്നാൽ സന്തോഷിന് അത് തുറക്കാൻ തന്നെ ഭയമായിരുന്നു. ഒരുപാട് തവണ മുട്ടുന്നത് കേട്ടപ്പോൾ സന്തോഷ് ചെന്ന് തുറന്നു നോക്കി. അപ്പോൾ ആ മുട്ടുന്നത് അവിടേക്ക് വന്ന ആ ബസ് സർവീസിന് വന്ന മെക്കാനിക്കായിരുന്നു. എന്നാൽ അധികം വലിയ കേടൊന്നും ഉണ്ടായിരുന്നില്ല. ചില വയേഴ്സ് എവിടെയോ ഡിസ്കണക്റ്റ് ആയതുകൊണ്ട് അതൊന്ന് റിപ്പയർ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി. ഭാഗ്യം കൊണ്ട് ആ ബസ് സ്റ്റാർട്ടാവുകയും ചെയ്തു. അങ്ങനെ അവർ ആ ബസ് 9-ാം നമ്പർ വളവിൽ നിന്നും മുന്നോട്ടേക്ക് നീങ്ങി. വീണ്ടും വീണ്ടും ചുരങ്ങൾ കയറി അവർ അവസാനം നീലഗിരിയിലെ ഡിപ്പോയിലേക്ക് എത്തി. അപ്പോഴേക്കും ഏകദേശം നേരം വെളുത്തിരുന്നു. അങ്ങനെ അവിടെ എത്തിയ സമയത്താണ് അവിടുത്തെ ഒരു പ്രായമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവരോട് ചോദിച്ചത്, ഇന്ന് ഓഗസ്റ്റ് 4 നിങ്ങൾ കാർമൽ ചുരം വഴി തന്നെയാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. സന്തോഷ് എന്തോ സംശയത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, കാർമൽ ചുരം വഴി തന്നെ. ആ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ വഴി വരുന്ന സമയത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്. രാഘവനും സന്തോഷും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു. അല്ല, പൊതുവെ ഓഗസ്റ്റ് 4 ആ വഴി വരുന്ന ഒരു ബസ്സും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കും. ആ ബസ്സിനകത്തെ ആളുകൾക്ക് ബോധക്ഷയമോ അല്ലെങ്കിൽ മരണമോ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. മുന്നേ ഒരിക്കൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്. ആ സമയത്താണ് രാഘവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ വൃദ്ധൻ പറഞ്ഞു, അതിന് ഒരു കാരണമുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓഗസ്റ്റ് 4 അവിടെ ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും 2 സഹോദരന്മാരും സഞ്ചരിച്ചിരുന്ന ഒരു കാറ് ആക്സിഡന്റ് ആയി. എന്നാൽ കാറ് മറിഞ്ഞ് ഭർത്താവും 2 സഹോദരന്മാരും മരണപ്പെട്ടു. എന്നാൽ ആ സ്ത്രീ മാത്രം എങ്ങനെയൊക്കെയോ വഴികളിലേക്ക് കയറിയിട്ട് ആ വഴി പോയ ബസ്സിനെയും അതുപോലെ ആ വഴി വന്ന കാറുകൾക്കും കൈ കാണിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പോലും. എന്നാൽ ആരും തന്നെ ആ സ്ത്രീയോട് കനിവ് കാണിക്കാതെ ആ സ്ത്രീയും അവരുടെ ഭർത്താവും 2 സഹോദരന്മാരും അവിടെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പിന്നീട് എപ്പോഴോ ആണ് അവരുടെ ശരീരം അവിടെ നിന്ന് ലഭിച്ചത്. അങ്ങനെ സ്ത്രീയുടെ ശരീരം റോഡരികിൽ നിന്നും 2 സഹോദരന്മാരുടെ ശരീരം മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഭർത്താവിനെ കാറിനുള്ളിൽ നിന്നുമാണ് ലഭിച്ചത്. അതും അഴുകി ദ്രവിച്ച ഒരുപാട് പഴക്കമുള്ള ഒരു ഡെഡ് ബോഡി ആയിട്ടാണ് ലഭിച്ചത്. അങ്ങനെ ഒരു കഥ അവിടെ പ്രചരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഓഗസ്റ്റ് 4 ഒരു സ്ത്രീ റോഡരികിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കൈ കാണിക്കുന്നത് പതിവാണ്. 9-ാം വളവ് എത്തുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നു, അതും എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ് ആ വൃദ്ധൻ അവസാനിപ്പിച്ചു. ആ സമയത്ത് സന്തോഷും രാഘവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നാൽ പിന്നീട് സന്തോഷ് ഒരിക്കലും ആ മയൂരം ബസ് സ്റ്റോപ്പിൽ നിന്ന് നീലഗിരിയിലേക്ക് കാർമൽ ചുരം വഴി കയറിപ്പോയിട്ടില്ല. ഒരിക്കലും സന്തോഷ് ആ ഒരു യാത്രയ്ക്ക് കൂട്ടാക്കിയിരുന്നതുമില്ല. ഓഗസ്റ്റ് 4 സംഭവിക്കുന്നതെങ്കിലും ഒരിക്കലും സന്തോഷും രാഘവനും പിന്നീട് ആ വഴി പോകാൻ ധൈര്യം തോന്നിയിട്ടില്ല എന്നാണ് ഈ കഥ പറയുന്നത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.